നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന മെഗാ വിശേഷം തന്നെയാണ് കേട്ടോ. 1 മണിക്കൂർ വിശേഷമാണ് നാളത്തെ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന നിധി ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങണ സമയത്ത് നികേഷ് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയം സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവളെ ഒന്ന് കൊണ്ടുപോയി വിടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, നികേഷ് ഉള്ളതുകൊണ്ട് തനിക്കൊന്നും പറ്റുന്നില്ല. ഒടുവിൽ നികേഷിനെ വിളിക്കുവാണ് സുഭാഷ്. എടാ, ഇത് എന്തെടുക്കുക? സാധാരണഗതിയിലെ പെണ്ണ് കാണും ഒരുങ്ങാൻ താമസം, ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നിധി ഒരുങ്ങി വന്നിട്ടും നിനക്ക് ഒരുങ്ങി വരാറായില്ലേന്ന് ചോദിച്ചു. ഇത് സുഭാഷ് ഏട്ടാ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ റെഡിയാവുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, നിധി അവനെ നോക്കിക്കൊണ്ട് എന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ബസ് പോവും, നീ നേരത്തെ പോകുന്ന നല്ലത്. ഒരു കാര്യം ചെയ്യുക, ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. വേണ്ട, നികേഷ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് അടുത്ത നമ്പർ ഇട്ടു. സുധീഷ് പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ നിന്റെ കമ്പനിയിൽ. എന്തിന്? അല്ല, ഇന്നലെ അയാൾ നിന്നെ ചീത്ത പറഞ്ഞില്ലേ, അപ്പം അത് ചോദിക്കണ്ടേന്ന് ചോദിച്ചു. ചീത്തയോ? എന്നെ ചീത്തയൊന്നും പറഞ്ഞൊന്നുമില്ല. ചീത്ത പറഞ്ഞെന്ന് ഞാൻ സുധീഷിനോട് പറഞ്ഞോ? അല്ല, ഇന്നലെ അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് ചീത്ത പറഞ്ഞൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഉപദേശിക്കുക മാത്രമേ ചെയ്തേ. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതും നടന്നില്ല. അപ്പോഴേക്കും നികേഷ് റെഡിയായിട്ട് വന്നു. നമുക്ക് പോയാലോ നിധി അടുത്തി? പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിനോടൊക്കെ യാത്ര പറഞ്ഞ് നിധി ഇറങ്ങുവാണ്. ഈ സമയത്ത് സുധീഷിനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. കഷ്ടമായിപ്പോയി. അവളെ കൊണ്ടുവരേണ്ട ജോലി തനിക്കാണ്, താനാ ചെയ്യണ്ട, തൻ്റെ ഭാര്യയല്ലേ. പക്ഷെ ഇടയ്ക്ക് നികേഷ് ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് എന്ത് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് സുഭാഷിനുണ്ട് കൊടുക്കുകയാണ്. സുഭാഷ് ഇതെന്താടാ? അതെ, ബാത്റൂമൊക്കെ പണിയണ്ടേ, കുറച്ച് പൈസയുടെ ആവശ്യം വരുമല്ലോ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഇത് കുറേ രൂപയുണ്ടെന്ന് തോന്നല്ലോ. 12,000 രൂപയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞടാ, ഇത്രയും രൂപ തന്നിട്ടുണ്ട്, നിൻ്റെ വേറെ പൈസയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, സുഭാഷ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഹരീഷ് അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ വാങ്ങിക്കോ, വല്ല കാലത്തൊക്കെ തരത്തുള്ളൂ, ഇനി ചിലപ്പം കിട്ടുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പം തന്നിട്ട് ഇത്ര കഴിയുമ്പോഴത്തേനും 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തിരിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പിന്നെ അത്രയ്ക്ക് നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തിരിച്ചു ചോദിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നിന്നെ എനിക്ക് അറിയരുതോ? എടാ, ഇപ്പം നിനക്ക് എന്താ പെട്ടെന്ന് എത്ര സ്നേഹം? ബാത്റൂം പണിയുന്നോണ്ട് സുഭാഷേൻ്റെ പൈസ കൊടുക്കുന്നതാണോ, അതോ ഇനിയിപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, മറ്റുള്ളവരാരാ? അല്ല, നിധി അടുത്തിട്ട് കഴുത്തി താലി അറുത്തതിന് ശേഷമാണല്ലോ നിനക്ക് ഈ മാറ്റങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷിനോട് ചോദിച്ചു, നീ കഴിച്ചു കഴിയാറായോ? എടാ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, നീ പെട്ടെന്ന് കഴിച്ചിട്ട് വാ, ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താവശ്യം? അതൊക്കെ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് നിന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കഴിപ്പ് നിർത്തിയിട്ടേ കൈ കഴുകുന്നില്ല, കൈ തുടച്ചിട്ട് ഇറങ്ങി വന്നാൽ മതിയെന്ന് ചോദിച്ചു. അയ്യോ വേണ്ടായേ, കഴിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ തുടച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. കൈ കഴുകി തുടച്ചിട്ട്. ഒടുവിൽ ഹരീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, എടാ എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് സംസാരിക്കാനുള്ളത്. എന്ത്? എടാ, എനിക്കൊരു വണ്ടി വേണം. വണ്ടിയോ? എന്ത് വണ്ടി? എടാ, ഒരു സ്കൂട്ടി വേണമെന്ന് പറഞ്ഞു. സ്കൂട്ടിയോ? എടാ, കാറുണ്ടല്ലോ, ഇനി എന്തിനാ സ്കൂട്ടി എന്ന് സുഭാഷ് ചോദിച്ചു. അയ്യോ സുധീഷ് ഏട്ടാ, ഇതെനിക്കല്ല, പിന്നെയോ നിധിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. നിധി അടുത്ത് പറഞ്ഞു സ്കൂട്ടി വേണമെന്ന്. പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് അവൾക്കൊരു സ്കൂട്ടി മേടിച്ചു കൊടുക്കണമെന്നുണ്ട്. ഒരു സ്കൂട്ടിക്ക് എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ അതിന് 19,000 രൂപ വേണ്ടേന്ന് ചോദിച്ചു, സ്കൂട്ടി പുതിയത് മേടിക്കണമെങ്കിൽ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, 80,000, ഒരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും നല്ലൊരു സ്കൂട്ടി വാങ്ങണമെങ്കിൽ എന്ന് പറഞ്ഞു. 1.5 ലക്ഷമോ? അത്രയൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ നീ എങ്ങനെ വാങ്ങിക്കുന്നോർത്തായിരിക്കുന്നേ എന്ന് ചോദിച്ചു. അല്ല, ഇപ്പോൾ നല്ലൊരു സ്കൂട്ടി ആയിരിക്കണം മേടിക്കണ്ടേ, ഒരു സെക്കൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണേ മതിയെന്ന് പറഞ്ഞു. എന്നാലും അതിന് കുറച്ച് പൈസയോ? നിൻ്റെ ഈ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കഞ്ച്, ഒരു നല്ല വണ്ടി വരികയാണെങ്കിൽ നീ പറയണം, എനിക്കൊരു നല്ല മോഡലുള്ള വണ്ടി നോക്കി വേണം അവൾക്ക് എടുത്തു കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞു. പിന്നെ രാവിലെയൊക്കെ ഈ ബസ്സിനുള്ള പോക്കും വരവൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ആ സ്കൂട്ടി നോക്കാമെന്ന് പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, നല്ല വണ്ടി ഏതെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എടാ വെറുതെ കടം വില മേടിച്ചതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല സുഭാഷ് ഏട്ടാ, നിധിക്ക് എനിക്ക് വാങ്ങിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. പാവം രാവിലെയും വൈകുന്നേരം അവൾ ബസ്സിന് പോയി വരുന്നത്, എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ബസ്സിന് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ തൂങ്ങി പിടിച്ചു വേണ്ട പോയിട്ട് വരാനായിട്ട്. വൈകുന്നേരം വരുമ്പോഴത്തേനും നന്നായിട്ട് ടയേർഡായിട്ടല്ലേ വരുന്നതെന്നൊക്കെ ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ആ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ കൂടുതൽ എന്ത് പറയാനെന്നൊക്കെ ചോദിച്ചു. ഈ സമയം നിധി ഓഫീസിലേക്ക് പോയി ജോലികളൊക്കെ തുടരുവാണ്. ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും നിധി ഫ്രണ്ടും കൂടെ ആഹാരം കഴിക്കാനായിട്ട് വന്നിരുന്നു.
അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ബോസ് പ്രവീണുണ്ട്. 2 ബോസ്മാരാണ് ഉള്ളത്. പ്രവീൺ ബോസ് അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ വന്നിരുന്നു. നിധിയുടെ ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ വർത്താനം പറഞ്ഞ് സന്തോഷത്തോடு ഇട്ടിരുന്ന ആഹാരം കഴിക്കുന്നത്. ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സുധീഷിൻ്റെ കോള് വരുന്നത്. സുധീഷ് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇത് ലഞ്ച് ടൈം അല്ലേന്ന് ചോദിച്ചു. അതെ, കഴിച്ചോ? ഇത് ഇപ്പം കഴിച്ചോളെന്ന് പറഞ്ഞു. പിന്നീട് കഴിച്ചതിനെ കുറിച്ചൊക്കെ സുധീഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിധിയോട്. ഈ സമയത്താണ് അപ്പുറത്തെ ടേബിളിൽ സിദ്ധാർത്ഥ് വന്നിരുന്ന് കഴിക്കാനായിട്ട്. അയാൾ മറ്റൊരു ബോസാണ്. അയാൾ തനിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അയാൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അയാൾ മാറിയിരുന്ന് സ്വന്തമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫ് വരുന്നത്. അങ്ങനെ അവർ ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ നിന്ന് ഇത്തിരി വേസ്റ്റ് നോൺ വെജ് അയാളുടെ ദേഹത്തേക്ക് വീണു. അയാളിങ്ങ് ചാടി എഴുന്നേറ്റു ഷൗട്ട് ചെയ്യുകയാണ്, നീയൊക്കെ എവിടുന്ന് വന്നവനാ? നിനക്ക് അറിയത്തില്ലേ? നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? നിന്നെയൊക്കെ ആരവിടെ ജോലിക്കെടുത്തേ? ജോലിക്കെടുത്തവരെ പറഞ്ഞാൽ മതി. നിന്നെയൊക്കെ പണ്ടേ പിടിച്ചോണ്ട സമയം കഴിഞ്ഞു. നിനക്കൊന്നും കണ്ണും കാണത്തില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഇത് സുധീഷ് കേട്ടു. പെട്ടെന്ന് സുധീഷ് എന്താന്ന് ചോദിച്ചു. നിധി പറഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് സുധീഷ് വിളിച്ചിട്ട് നിധി കോൾ എടുത്തില്ല. കാരണം നിധി എല്ലാവരും ആ ടെൻഷൻ അടിച്ച് വരുന്നു. അപ്പോഴേക്കും അകത്തുനിന്ന് പ്രവീൺ ഓടി ഇറങ്ങി വന്നു. പ്രവീൺ വന്നിട്ട് എന്താ സിദ്ധാർത്ഥെ കണ്ടില്ലേ ഇവന്? അത് അവനൊരു അബദ്ധം പറ്റി പോയതല്ലേ, അതിന് നീ ഇത്ര ഷൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ സ്റ്റാഫുകൾ നോക്കുന്നു, എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഇതൊക്കെ എന്നൊക്കെ പ്രവീണോട് പറയണം. പ്രവീൺ പറഞ്ഞ് സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ അങ്ങനെ അവനെ സമാധാനിപ്പിക്കുകയാണ് സിദ്ധാർത്ഥിനെ. പിന്നീട് ആ സ്റ്റാഫിനോട് എന്ന് പറഞ്ഞു സോറി കേട്ടോ, അവൻ്റെ ദേഷ്യം കൊണ്ട് അവനങ്ങനെ ചെയ്തു വരുന്നതൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. പ്രവീൺ ആൾ കൂളാണ്, പക്ഷെ സിദ്ധാർത്ഥ് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്, ദേഷ്യ സ്വഭാവമാണ്. ഈ സമയത്ത് നിധിയെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. നിധി തൻ്റെ ക്യാബിലേക്ക് ജോലി ചെയ്യാൻ കയറിയായിരുന്നു. സുധീഷ് വിളിക്കുന്ന കണ്ടു. കോൾ എടുക്കണ്ട, കാരണം ജോലിക്ക് കയറിയല്ലോ, ഇനിയിപ്പോൾ അത് മതി എന്നോർത്തുകൊണ്ട് നിധി തൻ്റെ ജോലി തുടർന്നു. പക്ഷേ സുധീഷ് അങ്ങനെ വിടാനായിട്ട് ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് കമ്പനി അങ്ങോട്ട് വരുവാണ്. സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അതെ, എൻ്റെ വൈഫ് നിധി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറ്റി വിട്ടു. അകത്ത് എവിടെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അപ്പം സ്റ്റാഫിനോട് ചോദിച്ചു, അല്ല ഈ നിധി ഇരിക്കുന്ന ക്യാബിൻ എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ ഇതിലൂടെ പോയിട്ട് റൈറ്റിലേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സുധീഷ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി അകത്തേക്ക് കയറി ചെല്ലുവാണ്. സുധീഷിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് നിധിയുടെ മുന്നിൽ ഹീറോ ആയണം. കാരണം നിധി അവനെ ചീത്ത പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പറഞ്ഞവൻ തന്നെയായിരിക്കും. ആ ബോസ് അയാളെ കിട്ടി ശരിക്കും കൊടുക്കണമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ നിധിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നിധി ചോദിച്ചു, സുധീഷ് എന്താ ഇവിടെ? അത് പിന്നെ നിധി ആരെ ചീത്ത പറഞ്ഞെന്ന് ചോദിച്ചു. എന്നെ ആരും ചീത്ത പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടല്ലോ ഫോണിൽ കൂടെ. എന്നാലും നിധി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. എന്നാലും ഇതൊക്കെ കേട്ട് നിധിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നിയെന്നൊക്കെ ചോദിച്ചു. ഇത് സുധീഷെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്നെ ആരും ചീത്ത പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെയുള്ള ബാക്കി സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിച്ചു. പ്രവീണും അങ്ങോട്ട് ഓടി ഇറങ്ങി. എന്താ കാര്യം എന്ന് ചോദിച്ചു. നിങ്ങളാണോ എൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞേ? നിധിയെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ സഹിക്കില്ല. നിങ്ങൾക്കാരാ അവകാശം നിന്നേ നിധിയെ ചീത്ത പറയാനായിട്ട്? നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയണം അവരെയൊക്കെ. അപ്പോഴേക്കും നിധി പറഞ്ഞു സുധീഷ് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് പ്രവീൺ ചോദിച്ചു എന്താ നിധി ഇത്? എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ സാറേ, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു കമ്പനിയാണ്, അതിൻ്റെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുറേ ചീത്ത അങ്ങോട്ട് പറഞ്ഞു നിധിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോഴേക്കും നിധി സുധീഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പതുക്കി ഇറങ്ങുവാണ്. എന്നിട്ട് എന്ത് പരിപാടി സുധീഷെ കാണിച്ചെന്ന് ചോദിച്ചു. എന്താ സുധീഷ് എന്തിനാ വന്ന് ദേഷ്യപ്പെട്ടെ? അല്ല ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കേട്ടാണല്ലോ നിന്നോട് ഇവിടുത്തെ ബോസ് ചീത്ത പറയുന്നത്. അതാണോ? അതെന്നെ പറഞ്ഞല്ല, ഇവിടുത്തെ ഒരു ക്ലീൻ സ്റ്റാഫിനെ പറഞ്ഞതെന്ന് പറഞ്ഞു. വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട, നിന്നെ പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി. നീ കള്ളത്തരം പറയുന്ന അത് ഒളിച്ചു വെക്കുന്ന ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നു സുധീഷേ ഒന്ന് പോയി തരാവോ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാ ഈ ജോലി കിട്ടിയെന്നറിയോ? ഇനി ഇതും കൂടെ നീ ഇല്ലാതാക്കരുത്. നീ ആരോട് വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നേ? ഒരു മര്യാദ എന്ന് പറയുന്ന കാര്യമില്ലേ? വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഈ ജോലി കളയിക്കാനാണോന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ വേറെ 100 ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ 100 ജോലി നീ അവിടെ വെച്ചോണ്ടിരിക്കുമല്ലേ? 100 ജോലി ഇത് തന്നെ കിട്ടാൻ പെട്ട ബുദ്ധിമുട്ട് എനിക്കറിയാം. ദൈവത്തെ ഓർത്ത് ഈ ജോലിയും കൂടെ തകർക്കില്ലെന്ന് പറഞ്ഞ് കൈ കൂപ്പാണ്. ഒടുവിൽ സുധീഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നിധി തൻ്റെ ക്യാബിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേനും എല്ലാവരും ഉണ്ട്. സിദ്ധാർത്ഥും പ്രവീണും ഒക്കെ ഉണ്ട്. നിധിയോട് സിദ്ധാർത്ഥ ചോദിച്ചു എന്താ നിധി കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാ. തെറ്റിദ്ധാരണയുടെ പുറത്തോ? അതെ. അയാൾ ആരാന്ന് ചോദിച്ചു. അതെൻ്റെ ഒരു കസിനാന്ന് പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞേ.
ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട സമയത്ത് സാറ് ദേഷ്യപ്പെട്ടത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനോട്. അത് കേട്ട് ഫോണിൽ കൂടെ അപ്പം എന്നെ ചീത്ത പറഞ്ഞാന്ന് ഓർത്തോണ്ട് ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവീണും പറഞ്ഞു, എന്താ നിധി ഇത്, ഇതെന്താ സ്കൂളോ, എന്നെ പിച്ചി മാന്തിന്നും പറഞ്ഞു ഉടനെ വന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ഇതെന്താ ഒരു ഇതില്ലേ, നിധിക്ക് തന്നെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ നിധി തന്നെ മാനേജ് ചെയ്യണ്ടേ, അതിന് വീട്ടുകാരെ വിളിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിധിയോട് കുറച്ച് ചീത്ത പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, സോറി സാർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നിധിക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു, സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഹരീഷിനെ ഒന്ന് കയ്യിലെടുക്കണം, അവന് ദേഷ്യം തന്നോട് ആ ദേഷ്യം ഒന്ന് മാറ്റിയെടുക്കണം എന്ന് കരുതി നീത് വർക്ക്ഷോപ്പിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, ദേ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നീത് വന്നപ്പോൾ മൈൻഡ് ചെയ്യാതെ നികേഷ് നിൽക്കുവാണ്, നികേഷല്ല ഹരീഷ് നിൽക്കുവാണ്. അപ്പോഴേക്കും നീത് പറഞ്ഞു, ഓ ഇന്നെന്താ ഭയങ്കര ജാടയാണല്ലോ, ഓ ചൂട് കൂടിയതിൻ്റെ ആയിരിക്കും അല്ലെന്നൊക്കെ പറഞ്ഞു. ഹരീഷ് മൈൻഡ് ചെയ്തില്ല. ഇന്നെന്താടാ ചന്തു നിന്റെ ആശാന് ഇത്ര വല്ല ദേഷ്യം എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്താ ഏതാന്നൊക്കെ. അപ്പോഴേക്കും ഹരീഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീത് പറഞ്ഞു, ഇത്രയ്ക്ക് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. ചന്തി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് വണ്ടി എന്തി സാധാരണ വണ്ടിക്ക് വരുന്നതാണല്ലോ. ഓ വണ്ടി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അതെപ്പോഴും കേട് തന്നെയല്ലേ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. ഈ സമയത്ത് നീത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്നെ ഒന്ന് കൊണ്ടേ വിട് ഹരീഷ് ഏട്ടെന്ന് പറഞ്ഞു. കൊണ്ടേ വിടാൻ എങ്ങോട്ടെ? വീട്ടിലേക്ക്. എന്നിട്ട് വേണം നിന്റെ ആ ഓട്ടോക്കാരൻ അച്ഛൻ എന്നെ ചീത്ത പറയാനായിട്ട്. അങ്ങേരെന്നെ പിടിച്ച് ചീത്ത പറയുന്നുള്ള കാര്യം എനിക്കറിയാം, വെറുതെ എന്തിനാ. ഓ അങ്ങേരൊന്നും പറയാൻ പോകുന്നില്ല, എന്നെ കൊണ്ടേ വിടുന്നുണ്ടോ ഇല്ലയോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഓ പറ്റില്ലെങ്കിൽ വേണ്ട. അപ്പം അങ്ങനെയല്ലേ, അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് സ്നേഹമില്ലെന്ന്. ഇതേ ഹരീഷെ, ഇപ്പോഴെങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഭാവിയിലോ? അതെ, നമ്മൾ കല്യാണം കഴിക്കേണ്ടവരല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹരീഷ് നീതിനോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി, ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഒടുവിൽ നീത് പറഞ്ഞു, ശരി പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെ വീട്ടിൽ കൊണ്ടുവരണം. വീട്ടിൽ കൊണ്ടുവിടാനാ? അതെ. ഒടുവിൽ ഹരീഷിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഹരീഷിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ നീതു കയറി. അവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് നീതു ഹരീഷിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പുറയുന്ന. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, കൈ എടുക്കാൻ പറഞ്ഞു, ആരെങ്കിലും കാണട്ടെ, അതിന് എനിക്കിപ്പോൾ എന്താ, ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല, അങ്ങോട്ട് കൈ എടുക്കാനായിട്ടും പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയണം. ഈ സമയത്ത് നീതു പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ പിടിച്ചെന്ന് ഓർത്തുകൊണ്ട് ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ സ്വന്തം ആവണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഹരീഷിൻ്റെ പിന്നാലെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് നീതു പോകുന്നത്. പിന്നീട് സന്ധ്യ ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേനാണ് നികേഷും നിധിയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിച്ചു, ഇതെന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചു. ആ സമയത്ത് നിധി പറഞ്ഞു, അത് പിന്നെ ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു, മാത്രമല്ല ഇറങ്ങിയപ്പോൾ ഇത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ കൊണ്ടുവരാനായിട്ട് വരാമെന്നുള്ള കാര്യം, ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ച് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുകയാണ്. നിധിക്ക് നല്ല ദേഷ്യമായിരുന്നു. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, അല്ല ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കമ്പനിയിൽ? ഞാൻ വന്ന് 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്മാരിൽ ഒതുങ്ങിയല്ലേന്ന് ചോദിച്ചു. അത്രോ സമയം പിടിച്ചു വെച്ചിട്ട് ദേഷ്യം മൊത്തം നിധിക്ക് പുറത്ത് ചാടുവാണ്. നിധി പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? സുധീഷിനൊരു ഭാവമുണ്ട്, സുധീഷ് വലിയ എന്തോ ഒരു സംഭവമാണ്, അത് വെറുതെയാ. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഓ ഒന്നും പറയണ്ട എൻ്റെ സുഭാഷ് ചേട്ടാ, ഇന്ന് കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു, പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ആകെപ്പാടെ മനുഷ്യന് നാണം കെട്ട് തൊലി ഒഴിഞ്ഞു. അയാൾ എന്തൊക്കെ ചീത്ത പറഞ്ഞറിയോ? ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്നെ പിച്ചി മാന്തി എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത് മാത്രമല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി കഴിയുമ്പോഴത്തേനും വീട്ടുകാർ വന്ന് ചോദ്യരായി പറച്ചിലായി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ കമ്പനിയിലേക്ക് ചെന്നോടെ 2 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്നു. അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ നാണം കിട്ടുപോയെന്ന് പറഞ്ഞു. സുഭാഷ് ചോദിച്ചു, നീ എന്തിനാടാ പോയത്? അത് പിന്നെ ഞാൻ, എടാ എന്തിനാന്ന്? അത് പിന്നെ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പോകാതിരിക്കാൻ പറ്റുന്നത്? ഞാൻ കരുതി ഇവളെ ആയിരിക്കുന്നു. എടാ അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു കമ്പനി ചെന്നിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു? നീതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വന്നേക്കരുത്, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ജോലി കിട്ടിയെന്ന് അറിയാവുന്നൊക്കെ ചോദിച്ചാൽ ദേഷ്യപ്പെടുവാണ്. ആ സമയം ഭാസ്കരൻ പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറ, അവൻ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്, അവന് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട്, അങ്ങനെ പറ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിധി പറഞ്ഞു, ഇനി മേലാല് എൻ്റെ കമ്പനിയിലേക്ക് വന്നാണ്ടല്ലോ, സുധീഷിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നിട്ട് പറയണം, അത് എന്നോടാണോ ആരോടാണെന്ന് പോലും ചിന്തിക്കാതെ സുധീഷ് ഒന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കിട്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ട്
അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷ് അവിടെ ഇരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്നുകൊണ്ട് ചായ കൊടുക്കണം. സുധീഷ് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എടാ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി, അതിന് അവൾ നിന്നെ ചീത്ത പറഞ്ഞു, അതിന് നീ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ, നീ ചെയ്തേനല്ലേന്ന് ചോദിച്ചു. പക്ഷെ സുധീഷിന് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് വന്നു. ഹരീഷ് വന്നിട്ട് ചോദിച്ചു എന്താ എന്ത് പറ്റി, മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് സുധീഷിനോട് ചോദിച്ചു. നികേഷ് പറഞ്ഞു ഒന്നും പറയണ്ട എൻ്റെ ഹരീഷേട്ടാ, ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പ്രശ്നം എന്ത് പ്രശ്നം? പിന്നീട് നടന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു അല്ലെങ്കിൽ സുധീഷേൻ്റെ കയ്യിലെ തെറ്റ്. സുധീഷേട്ടൻ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുധീഷേട്ടൻ്റെ ദേഷ്യം എല്ലാത്തിനും കാരണം നിധി അടുത്തേ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ സുധീഷേട്ടൻ പോയത്. വലിയ ആളാവാൻ നോക്കിയതാ, എന്നിട്ടിപ്പോൾ എന്തായി? അത് കേട്ടപ്പോൾ സുധീഷ് ഇങ്ങ് ചാടി എഴുന്നേറ്റു. അതേടാ അത് ചോദിക്കാൻ നീ ആരാന്ന് ചോദിച്ചോണ്ട് ഹരീഷിൻ്റെ കോളർ കയറി കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും സുഭാഷ് ഇടയ്ക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്, നിധി അകത്തുണ്ട്. നിധി എങ്ങാനും ഇത് കണ്ടോണ്ടും കേട്ടോണ്ടും വന്നാൽ ഇനി ഇപ്പം അടുത്ത പ്രശ്നം അതായിരിക്കും. ഉള്ള സമാധാനം കുടുംബത്തിലെ കളയില്ലെന്ന് പറഞ്ഞു. ഓ അപ്പം ഞാനായിരിക്കും കുടുംബത്തിൽ സമാധാനം കളയുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ദേഷ്യപ്പെടുവാണ് സുധീഷ്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു അതെ സംശയം എന്താ, നിന്റെ എടുത്തിയാട്ടം, നീ വിചാരിക്കും നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന്, പക്ഷെ വെറും പൊട്ടത്തരവാ. മറ്റുള്ളവരുടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും നിനക്ക് ഇതുവരെയായിട്ടും അറിയത്തില്ല. എടാ നീ കൂടുതൽ പറഞ്ഞോണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും അടിയുണ്ടാക്കി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോ സുധീഷേ, എന്തിനാ ഇങ്ങനെ? എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലേ? ആ പെങ്കൊച്ചിന് ഇത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിടത്തിനും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ സുധീഷ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാസ്കരൻ പറഞ്ഞു എന്തിനാടാ നീ ഇങ്ങനെ പിണങ്ങി പോണെന്ന് വെച്ചു. പിന്നല്ലാതെ ഭാസ്കരൻ പറഞ്ഞു എടാ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, പെണ്ണുമ്പിള്ളെ നല്ല രീതിയിൽ നോക്കണം, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ പഠിക്കണം. ജീവിതമാകുമ്പോൾ ഇങ്ങനെയാ, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവളെ ആദ്യം പഠിക്കണം, അവൾ എന്തായതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും ജീവിതം മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാലോ എന്ന് പറഞ്ഞു. എടാ എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാര്യ എങ്ങനെ നോക്കിയാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എടാ കുറേ ലോകം കണ്ടവനാ ഞാൻ, ലോറിയുമായിട്ട് കുറേ സ്ഥലങ്ങളും കൂടെ പോയിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, നീ നിൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കാൻ പഠിക്കണം ആദ്യമായിട്ട്, പിന്നെ നിൻ്റെ എടുത്തുചാട്ടമൊക്കെ കുറച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സുധീഷിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സുധീഷ് പറഞ്ഞു ഓ ഈ വീട്ടിലേക്ക് വരേണ്ടതില്ലായിരുന്നു, എങ്ങോട്ടേലും ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയപ്പോൾ ഭാസ്കരൻ പറഞ്ഞു അതില്ലേലും അങ്ങനെയാ, എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഒന്നും പറഞ്ഞാൽ തലയിലേക്കും കയറത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഈ സമയത്ത് നിധിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ സുധീഷ് പറയാനും ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. സുധീഷ് ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു, കമ്പനി വന്ന് തന്നെ നാണം കെടുത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുഭാഷ് വന്ന് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ മോളെ, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തല്ലേന്ന് ചോദിച്ചു. നിധി പറഞ്ഞു അത് ശരിയാ, പക്ഷേ സുധീഷിൻ്റെ വില മൊത്തം പോയില്ലേ സുഭാഷ് ഏട്ടാ, മനുഷ്യൻ ഇങ്ങനെ നാണം കിടുന്നതിനൊരു പരിധിയില്ലേന്ന് ചോദിച്ചു. അവരൊക്കെ എന്ത് വിചാരിച്ച് കാണും സുധീഷിനെ കുറിച്ച്? സുധീഷ് ചിലപ്പോൾ എൻ്റെ നന്മയെ കരുതി വന്ന് ചോദിച്ചായിരിക്കും, പക്ഷേ അതങ്ങനെ അതെ അവൻ നിൻ്റെ നന്മയെ കരുതി ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ള രീതിയിൽ ചോദിച്ചായിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.